ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. എൻ്റെ ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു സൽക്കാര വ്ളോഗായിട്ടാണ് കേട്ടോ. ഒരു ചെറിയ വ്ളോഗ് തന്നെയാണ്. അപ്പോൾ എൻ്റെ അനിയത്തി അവളെ ഹസ്ബൻഡൊന്നും എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ളൊരു ചെറിയൊരു വിരുന്ന്, അതാണ് ഞാൻ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചിക്കൻ ദം ബിരിയാണിയാണ്, കുക്കറിൽ ദമ്മിട്ടിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണിൻ്റെ റെസിപ്പി, അതുപോലെ ബീഫ് ഫ്രൈ, ഒരു ചെറിയൊരു പിസ്ത പുഡിങ്ങുമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ അവർ വരുന്നത് നൈറ്റിന് ഡിന്നറിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ഈവനിങ്ങിന് ശേഷമുള്ള എൻ്റെ എല്ലാ സംഭവങ്ങളാണ് ഞാൻ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഒരു വ്ളോഗ് ഫുള്ളായിട്ട് കാണുക, എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് നമ്മുടെ വ്ളോഗിലേക്ക് പോയാലോ. അസറൊക്കെ നിസ്കരിച്ച് ഒരു 4 മണിയാവാൻ നേരത്താണ് ഞാൻ കിച്ചണിലോട്ട് വന്നത്. കിച്ചണിലോട്ട് വന്ന ആദ്യം ഞാൻ ബീഫൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം ഞാൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഉള്ളി, അതുപോലെ പച്ചമുളക്, ഇഞ്ചി അതൊക്കെ എടുത്ത് വെക്കാം കേട്ടോ. അങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ അത് തിരഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ടൈമൊന്നും വെറുതെ കളയണ്ടല്ലോ. അതിന് നമുക്ക് പെട്ടെന്ന് ജോലി തീർക്കാനൊക്കെ പറ്റും. നമുക്ക് നമ്മളെന്താണോ വെക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നമ്മുടെ അടുത്തേക്ക് തന്നെ എടുത്ത് വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്നാകും. ഇനി ചിക്കന് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് ഞാൻ കട്ട് ചെയ്യാതെ കൊടുന്ന് വെച്ചിട്ടുള്ള ചിക്കനാണ്. ഇത് ഞാൻ ആദ്യം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അധികം ഐസൊന്നും ഉള്ളതിൽ ഇനി ഇതൊന്ന് വേർതിരിച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അത് ഞാൻ വേർതിരിച്ചെടുത്തിട്ടോ. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട വലുപ്പത്തിലൊന്നും ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബിരിയാണിക്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇനി ചിക്കൻ നമുക്കൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. ഇത് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാട്ടോ ഞാൻ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ചിക്കനൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. മാഗ്നേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഞാൻ കുറച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കുരുമുളക്, തൈര് എന്നിവ ചേർത്തിട്ടാണ് ഞാനിത് ഇങ്ങനെ മസാല കൂട്ടി വെക്കുന്നത്. ഇത് മസാല കൂട്ടിയിട്ട് 10-15 മിനിറ്റ് വെക്കുക, റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എത്ര റെസ്റ്റ് ചെയ്യാൻ വെക്കണം അത്രയും നല്ലതാണ്, അത്രയും ടേസ്റ്റ് കൂടും. പക്ഷെ ഞാനിവിടെ പെട്ടെന്ന് തയ്യാറാക്കാണ് കേട്ടോ. കാരണം ഈ സമയത്ത് ഉറക്കിയിട്ടാണ് ഞാൻ കിച്ചണിലൊക്കെ വരുന്നത്. അപ്പോൾ അവൾ ഉണരുമ്പോഴത്തിന് ഇത് പകുതിയിലേറെ ജോലികൾക്ക് ഇത് കഴിച്ചണം. പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അധികം നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണില്ല കേട്ടോ. ഈ സമയത്ത് ഉറക്കിയിട്ടാണ് കിച്ചണിലേക്ക് വരുന്നത്. അപ്പോൾ അവൾ ഉണരുമ്പോഴത്തിന് ഏകദേശം ജോലികളൊക്കെ തീർക്കണം. അത് വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് ചെയ്യണത്. അപ്പോൾ നിങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ എത്രയോ റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ പറ്റുമോ അത്രയും റെസ്റ്റ് ചെയ്തിട്ട് വേണം ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഹാഫ് വേവിൽ മതിട്ട് ഫ്രൈ ചെയ്യാൻ. അപ്പോൾ ചിക്കനൊക്കെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നൊരു ഞാൻ 15 മിനിറ്റോളൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ബീഫ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ബീഫ് അധികം ഐസ് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് കട്ട് ചെയ്ത് കിട്ടും. ഒരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. നമ്മൾ കയ്യിൽ നിന്ന് ഇങ്ങനെ വഴക്കി പോകുന്നില്ല. ഐസാകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് കട്ട് ചെയ്യാനൊക്കെ പറ്റും. അത് വിചാരിച്ചിട്ട് ഞാൻ ഈ സമയത്ത് തന്നെ കട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ ചിക്കൻ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഈ ബീഫ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷമാണ് ഞാൻ ഫ്രൈ ചെയ്യണത്. അതുവരെ റെസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു, അത്രയും മസാല പിടിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ബീഫ് ഇവിടെ എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കഴുകി വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ കഴുകുന്നൊന്നുമില്ല. അതിന് മുന്നേ ഞാനിത് ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. ഇതിൻ്റെ ഐസൊക്കെ ഒന്ന് ശരിക്കും പോവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഈ ഒരു ബേസ് തന്നെയാണ് എടുക്കുന്നത്. ചിക്കൻ മാഗ്നേറ്റ് ഉപയോഗിച്ചില്ലേ, ആ ബേസാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലെ ചിക്കന് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പം അങ്ങനെയാണ് നമുക്ക് ഒരുപാട് പാത്രങ്ങളൊന്നും പരത്തണ്ട. അപ്പോൾ ഇതന്നെ ഏതായാലും ഇതിൽ തന്നെ ആക്കിയാൽ നമുക്ക് ഈ ഒരു പാത്രം മാത്രം പിന്നെ കഴുകി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ ബീഫ് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുന്നത്, നമ്മുടെ ഐസൊക്കെ ഒന്ന് ശരിക്കും പോവാൻ വേണ്ടിയിട്ട്.
ഇനി ബിരിയാണിക്കുള്ള റൈസ് ഒന്ന് കുതിർത്താൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെക്കണം. ഞാൻ ബസുമതി അരി ഉപയോഗിച്ചിട്ടാട്ടോ ബിരിയാണി തയ്യാറാക്കാൻ പോണത്. അതുകൊണ്ട് തന്നെ ആദ്യം ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിർത്തണം വെള്ളത്തിലിട്ടിട്ട്. അപ്പം ഞാൻ അരി അളന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് കുറച്ച് അധികം വെള്ളത്തിൽ ഇതൊന്ന് കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കാം. അത് 2-3 പ്രാവശ്യം നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ. ശേഷമേ ഇത് കുതിർത്താൻ വെക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളിത് കുതിർന്നതിന് ശേഷം ഇത് വാഷ് ചെയ്താൽ അരിയൊക്കെ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയാകുമ്പോൾ നമ്മളെ ബിരിയാണിക്കൊരു പെർഫെക്ഷൻ കിട്ടില്ല ലുക്കിൽ. അപ്പോൾ ഞാനതങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഒന്ന് കത്തിച്ചെടുക്കാം. ഞാൻ വിറകടുപ്പിലാണ് കുക്ക് ചെയ്യാനൊക്കെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഒന്ന് വിറകെടുത്തിട്ട് ഇതൊന്ന് കത്തിച്ചെടുക്കണം. ഞാൻ കത്തിച്ചെടുക്കുമ്പോൾ മണ്ണെണ്ണ യൂസ് ചെയ്യാറില്ല കേട്ടോ. കുറച്ച് പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ പേപ്പേഴ്സൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ തീ പിടിപ്പിക്കാറ് അടുപ്പിൽ. ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ മണ്ണെണ്ണ. എനിക്ക് ഇങ്ങനെ തന്നെ തീ പിടിപ്പിച്ചാൽ പെട്ടെന്ന് തീ പിടിക്കും. അധികം നല്ല കത്തുന്ന അടുപ്പൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇതിലാണ് ഇന്ന് കുക്ക് ചെയ്യണത്. അങ്ങനെ ഞാൻ അടുപ്പിൽ തീ പിടിപ്പിച്ച ശേഷം ആദ്യം ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് വേണം പിന്നെ അരി തിളപ്പിച്ച് ഊറ്റാനും അതുപോലെ ബീഫ് വെക്കാനൊക്കെ ആയിട്ട്. ഈ സെൻറ്ററിൽ ഒരു കുടുക്കയിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മളെ പുക ഇങ്ങനെ പുറത്തേക്ക് പോരാതെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ചെറുങ്ങനെ ഒന്ന് തുടച്ചിടാം. വെള്ളമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചിട്ടാണ് ശേഷം നമ്മൾ സവാള അതുപോലെ ഉള്ളികളൊക്കെ ഒന്ന് തൊലിച്ചെടുക്കുക. നമ്മൾ ഏതായാലും ചട്ടി ചൂടാകുന്നവരെ ഒന്ന് വെറുതെ അവിടെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ ടൈം. ആ സമയം കൊണ്ട് നമുക്കിതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് വെക്കാം. അപ്പോൾ ഞാൻ തൊലി ഒരു വേറെ പാത്രത്തിലേക്കാണ് കേട്ടോ കളഞ്ഞ് വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് നമ്മളെ ഇതിൽ അടുപ്പത്തൊന്നും ഇത് പരക്കൂല. പിന്നെ ഈ ഒരു തൊലിയൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് വേഗം എന്തെങ്കിലും പച്ചക്കറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എനിക്കൊരു ചെറിയൊരു അടുക്കളത്തോട്ട് ഞാൻ നാളെ കാണിച്ചിരുന്നില്ല എൻ്റെ ഒരു ഈവനിങ് വ്ളോഗിൽ. അപ്പോൾ ഒരു പയറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് ഞാനിപ്പോൾ ഉള്ളി തൊലിയൊക്കെ ഇട്ട് കൊടുക്കൽ. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇപ്പം എല്ലാ ഉള്ളികളും ഞാൻ ഒരുമിച്ച് തൊലിച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ. എന്നിട്ട് അതിൽ നിന്ന് ആവശ്യമുള്ളത് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി ഞാൻ ബിരിയാണിക്ക് ഉപയോഗിക്കലുണ്ട്. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളിയാണ്, പിന്നെ ഇഞ്ചി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് വെച്ചാൽ പിന്നെ നമ്മളെ ആവശ്യത്തിനനുസരിച്ച് അതെടുത്താൽ മതിയല്ലോ. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ജോലി തീർന്നു കിട്ടും. പിന്നെ പറഞ്ഞാൽ മോളുണരുമ്പോഴത്തേന് വേണം ഇതൊക്കെ പെട്ടെന്ന് കഴിച്ച് വേണം. അപ്പോൾ നമ്മൾ ചട്ടി അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയം. അപ്പോൾ ഞാൻ അതിലേക്ക് ഞാൻ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അധികം ഓയിലൊന്നും ചേർത്ത് കൊടുക്കണില്ല. കാരണം പിന്നെ ഓയിൽ വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അപ്പോൾ ഞാൻ കുറേശ്ശെ ആയാലും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഈ ഓയിലിൽ തന്നെയാണ് ഞാൻ പിന്നെ നമ്മളെ മസാലയ്ക്കുള്ള ഉള്ളി വാട്ടിയെടുക്കുന്നതും. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇനി ഓയിൽ ചൂടാക്കുന്നതിനിടയ്ക്ക് ഞാൻ ബാക്കിയുള്ള ഉള്ളികളൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് വെക്കുകയാണ്. അപ്പോൾ എല്ലാം തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി ഉണ്ട്. അപ്പോൾ ഇഞ്ചിൻ്റെയും തൊലി കളഞ്ഞ് വെക്കുകയാണ്. ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. എല്ലാത്തിൻ്റെയും തൊലിയൊക്കെ കളഞ്ഞു. അപ്പോൾ പുറത്തൊക്കെ പോയിട്ടുള്ള തൊലികളൊക്കെ ഞാൻ പൊറുക്കിയിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ശേഷം പിന്നെ അതിലേക്കുള്ള പച്ചമുളക് എടുത്ത് വെക്കുകയാണ്. ഞാൻ 3 പച്ചമുളകാണ് ബിരിയാണിക്ക് എടുക്കുന്നത്. ഒരു അത്യാവശ്യം എരിവുള്ള മുളക് തന്നെയാണ് ഇട്ടത്. ഇനി അതിനിടയ്ക്ക് ഞാൻ കൈയൊക്കെ കഴുകുകയാണ്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളെ ഓയിലൊക്കെ ചൂടായി വന്നിക്കണമെന്ന് തോന്നുന്നു. ഏതായാലും ഞാൻ അതിലേക്ക് ഇനി നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ഏതായാലും ഹാഫ് വേവായാൽ മതിയല്ലോ. ഏതായാലും ചോറ്റക്കില്ലതല്ലേ. അത് വിചാരിച്ചിട്ട് ഞാൻ ഈ സമയത്ത് തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. പക്ഷേ ഓയിൽ അധികമൊന്നും ഹീറ്റായി വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഏതായാലും അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. കാരണം മോൾ ഉണരുമ്പോഴത്തേനൊക്കെ എന്തായാലും ഉണരുമ്പോഴത്തേന് ഏകദേശം ജോലി കഴിക്കട്ടെ വിചാരിച്ചുകൊണ്ട് പെട്ടെന്ന് എടുക്കുകയാണ്.
ബീഫ് നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ലോ, അത് ഏകദേശമൊക്കെ അതിൻ്റെ ഐസൊക്കെ പോയിട്ടുണ്ടാകും. ഇനി അതൊന്ന് കഴുകിയിട്ട് നന്നായിട്ട് സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ശേഷം ഒരു സ്ട്രെയിനർക്ക് ഇട്ട് വെക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് അത് ഒരു അടപ്പെടുത്ത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനും ബീഫിനും കിട്ടിയ പേസ്റ്റൊക്കെ ഉണ്ട്, അതൊന്ന് കുറച്ച് കോഴിക്കൊക്കെ കൊടുക്കാം. കോഴിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അത്. അപ്പോൾ അവരത് കഴിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് അവർക്ക് കൊടുക്കട്ടെ. ഇനി ശേഷം എന്താണെന്ന് ചോദിച്ചാൽ, ഇനി നമുക്ക് ബീഫിക്കുള്ള ഉള്ളികളൊക്കെ ഒന്ന് തൊലിച്ചെടുക്കാം. ഞാൻ നേരത്തെ ബിരിയാണിക്കുള്ള മാത്രമേ തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി ബീഫിക്കുള്ള വെളുത്തുള്ളി, ചെറിയ ഉള്ളി, അതുപോലെ ഒരു ചെറിയ ഇഞ്ചി കഷ്ണമൊക്കെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ബീഫ് ഫ്രൈ ചെയ്യാണ്, അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഞാൻ കുറേശ്ശെ ചേർക്കണുള്ളൂ. ശേഷം ഇതിലേക്ക് തൊലി കളഞ്ഞ് വെക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്കത് ബീഫ് വെക്കാൻ നേരത്തെ അതൊന്ന് ചതച്ചിട്ടാൽ മതി. എൻ്റെ അടുത്തുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തീർന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ സമയത്ത് ഞാൻ ഉണ്ടാക്കി വെക്കുന്നത്. അതേസമയം നമ്മുടെ ചിക്കന് ഒരു ഹാഫ് വേവൊക്കെ ആയിട്ടുണ്ട് ഒരു വശം, അതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അതേസമയം തന്നെ ഈ ഒരു വശത്ത് ഞാൻ ഉള്ളിൻ്റെയൊക്കെ തൊലി കളഞ്ഞ് വെക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഈ ഒരു തൊലിച്ചിലുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾക്കത് മാറ്റി വെക്കാം. ശേഷം നമുക്ക് വീണ്ടും ഇവിടത്തേക്ക് പുറത്തേക്ക് പോയ തൊലികളൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. ഇനി അത് ഞാൻ മോളോട്, വലിയ മോളുണ്ട് അവിടെ, അവളോട് അത് പയറിന് കൊണ്ടിടാൻ പറയാണ്. അങ്ങനെ അവളതിന് പോയിട്ടുണ്ട് കേട്ടോ, പയറിന് കൊണ്ടിടാൻ. അവളതിന് നല്ല എക്സ്പേർട്ടാണ്. അപ്പോൾ നമ്മുടെ ചിക്കന് ഞാൻ മറിച്ചിട്ടിട്ടില്ലായിരുന്നു നേരത്തെ, നോക്കിയപ്പോൾ. അപ്പോൾ ഇനി അത് ഒന്ന് മറിച്ചിടട്ടെ. അപ്പോൾ ഒരു ഹാഫ് വേവൊക്കെ ആയിട്ടുണ്ട് ഒരു വശം. ഇനി മറ്റേ വശം കൂടി ഒരു ഹാഫ് വേവ് ആകോളം നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതേസമയം ഇനി നമുക്ക് ഈ സവാളയൊക്കെ ഒന്ന് കഴുകിയിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. കാരണം നമുക്കിനി ചിക്കൻ വെന്തിട്ട് വേണം അവിടെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ വാട്ടിയിട്ടാണ് കേട്ടോ ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ആ സമയം കൊണ്ട് തന്നെ ഞാൻ ഉള്ളിയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ചിക്കനും ഒന്ന് ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ചിക്കന് വെന്തിട്ടുണ്ട്, ഹാഫ് വേവൊക്കെ ആയിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് മാറ്റി വെക്കണം, വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. അതുപോലെ ബാക്കിയുള്ള ചിക്കനും കൂടി അതിലേക്ക് ഓയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഹാഫ് വേവ് ആകുകളൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതേ സമയം നമുക്കിനി നമ്മൾ ബാക്കി അരിയാൻ ഉള്ളി ഉണ്ട്, ഫുള്ളായിട്ട് അരിഞ്ഞിട്ടില്ലായിരുന്നു നേരത്തെ, അത് ബാക്കി അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ എല്ലാ സവാള അരിഞ്ഞെടുത്തിട്ടോ. ഈ വശത്തിൽ ഞാൻ മസാലയ്ക്കും മറുവശത്തുള്ളത് നെയ്സായി അരിഞ്ഞിട്ടുള്ളത് നമ്മളെ ചോറ്റുക്കാണ്. ഇനി അതിക്കുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മിക്സിയിലിട്ടിട്ടാണ് ഞാൻ ചതച്ചെടുക്കുന്നത്. അതും എല്ലാം ഒന്നിച്ചാട്ടോ ഞാൻ ചതച്ചെടുക്കുന്നത്. കാരണം പെട്ടെന്ന് തീർക്കാൻ പറ്റുമോ അത്രയും നല്ലതാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എല്ലാം ഒരുമിച്ച് ചെയ്യാണ്. എല്ലാം നമുക്ക് ബിരിയാണിക്ക് ഇടാൻ തന്നെയല്ലേ, അപ്പോൾ പിന്നെ എന്താ സെപ്പറേറ്റ് അങ്ങനെ ആകണമെന്നില്ല. പക്ഷെ ഞാൻ ചിലപ്പോൾ സെപ്പറേറ്റ് ആക്കിയിട്ടും വെക്കാറുണ്ട്. ചിലപ്പോൾ ഞാൻ നേരം വൈകിയ വേളകളിലൊക്കെ, അർജൻറ്റുള്ള വേളകളിലൊക്കെ ഞാൻ എല്ലാം ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ഇത് ചതച്ചൊക്കെ എടുക്കൽ. അപ്പോൾ ഈ ഒരു മിക്സിയിൽ ഞാൻ ചതക്കണമെങ്കിൽ ഇതൊക്കെ ഉള്ളിയൊക്കെ ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കണം, എന്നാലും നല്ല ഫൈനായിട്ട് നമുക്കിത് ചതച്ച് കിട്ടുള്ളൂ. അത് വലിയ കഷ്ണങ്ങളായിരുന്നു അതിൽ ചതച്ച് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ശേഷം നമുക്ക് ഇതൊക്കെ ഒന്ന് ഒരുമിച്ച് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. ഇവിടെ മിക്സിയിൽ ഞാൻ ചതച്ചെടുക്കുകയാണ്. ഈ സമയം ഞാൻ വാതിലടക്കുന്നുണ്ട് കേട്ടോ, കോഴികൾ ഇങ്ങനെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് വാതിലടച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സിയിലെ ചതവൊക്കെ ഞാൻ ചതച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് മാറ്റി അതേസമയം തന്നെ ഞാൻ അപ്പോൾ തന്നെ മിക്സിയുടെ ജാറ് കട്ട് ചെയ്തിട്ടുണ്ട്. അത് തുടങ്ങണമെന്നില്ല, ചിക്കൻ വന്നിട്ട് വേണം അവിടെ
ഈ സമയം നമ്മൾ ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ വാട്ടിയിട്ടാണ് ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കുന്നത്. ചിക്കൻ നമ്മൾ സമയം കൊണ്ട് തന്നെ ആവാൻ പറ്റും. ഉള്ളിയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫുൾ വേവായാൽ പിന്നെ ബിരിയാണിത്തെ മസാല ഒന്നും അതിൽ പിടിക്കൂല. നമ്മൾ ദമ്മിടുമ്പോൾ മസാല ഒന്നും പിന്നെ അതിമേക്ക് പിടിക്കൂല. ഇങ്ങനെ ഹാഫ് വേവാണെങ്കിൽ മാത്രമേ അങ്ങനെ നമുക്ക് ആ ഒരു ബിരിയാണീൻ്റെ നമുക്ക് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതേ സമയം ഞാൻ ഗ്യാസിലൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചോറ്റിക്കുള്ള ഒനിയനൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചട്ടി നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഡാൽഡ ഉപയോഗിക്കാറില്ല. സൺഫ്ലവർ ഓയിലും നെയ്യും മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. എന്നിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം. അതേസമയം ഞാൻ പിന്നെ ഇതിലേക്ക് വേണ്ട തക്കാളിയും മല്ലിച്ചപ്പും കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ ഓയിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ സമയമാണ് ഇത് ചെയ്യണത്. അപ്പോൾ പിന്നെ അരി തിളപ്പിച്ചുറ്റാനുള്ള വെള്ളം ഞാൻ ഈ ഒരു കുടുക്കിയിലെടുത്ത് വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉള്ളിയൊക്കെ വന്നതിന് ശേഷം മസാല കൂട്ടിയതിന് ശേഷം ആ ചട്ടി മാങ്ങി വെച്ച ഉടനെ തന്നെ നമുക്ക് ഈ ഒരു കുടുക്ക അടുപ്പത്ത് വെക്കാം. അപ്പോൾ അത് ആകുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് ഇതിലേക്ക് വെള്ളം എടുത്ത് വെക്കുകയാണ്. അപ്പോൾ അതങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതേ സമയം കൊണ്ട് നമ്മുടെ ഓയിലും നെയ്യൊക്കെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഓനിയൻ നൈസായി അരിഞ്ഞിട്ടുള്ള ഓനിയൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഈ ഓയിലിലേക്ക് ഞാൻ ഓനിയൻ ചേർത്തതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേറെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കലാണ്, കരിഞ്ഞ് പോവാതെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒന്ന് മാറ്റി വെക്കാം. ഈ ഓയിൽ തന്നെ നമുക്ക് മസാലയ്ക്കുള്ള ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ അരിഞ്ഞിട്ടുള്ള ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ഇതിലേക്ക് നമുക്ക് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ ചെറിയ ഉള്ളിയൊക്കെ ചതച്ചത് ചേർത്ത് കൊടുക്കും. പിന്നെ ഒരു വലിയ തക്കാളി, പിന്നെ മല്ലിച്ചപ്പ്, പുതിന ഒക്കെ ചേർത്ത് കൊടുക്കും. അതുപോലെ പൗഡർ ഐറ്റംസ്, മുളകും പൊടി. ഞാൻ അധികം പച്ചമുളകിൻ്റെ എരിവിലാണ് ബിരിയാണി ഉണ്ടാക്കാറ്. അപ്പോൾ അധികം മുളകും പൊടി ചേർക്കലില്ല. അതേസമയം നമ്മൾ ഓനിയനും ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി നമുക്ക് റൈസിക്ക് വേണ്ട ക്യാരറ്റ് ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. ആദ്യം ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് കൊണ്ടുവന്ന് വെക്കുകയാണ്. നേരത്തെ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടി മറന്നതായിരുന്നു. അപ്പോൾ ഇനി ഇത് ചെറുതായി കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഓനിയൻ ഫ്രൈ ആയി വന്ന ശേഷം അതിലേക്ക് ആ ഓയിലിലേക്ക് നമുക്ക് ക്യാരറ്റും അതുപോലെ നമുക്ക് കാശും നമ്മളെ കിസ്മിസൊക്കെ ചേർത്തിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കണം. അതേസമയം ഞാൻ നമ്മുടെ ഉള്ളി ശ്രദ്ധിക്കുന്നുണ്ട്. അതിങ്ങനെ വാടി വരുന്നൊക്കെ ഉണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് ചേർക്കുന്ന മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക. ആദ്യമായിട്ട് ഞാൻ ചേർക്കുന്നത് ഉപ്പാണ്. ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് ഒന്നുകൂടി വയന്ന് കിട്ടിക്കോളും. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതേ സമയം തന്നെ നമ്മൾ ഓനിയനും ശ്രദ്ധിക്കുന്നുണ്ട്. ചോറ്റിക്കുള്ള ഓനിയനും അത് കരിഞ്ഞ് പോവരുത്. ഇടയ്ക്കിങ്ങനെ ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് തന്നെ ഞാൻ ചില പാത്രങ്ങളൊക്കെ അപ്പം തന്നെ ഒന്ന് ചുഴറ്റി വെക്കുന്നുണ്ട് കേട്ടോ. സോപ്പ് ഉപയോഗിച്ച് കഴുകാൻ വേണ്ടാത്ത പാത്രങ്ങളൊക്കെ അപ്പോൾ തന്നെ ഞാൻ ചുഴറ്റി വെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് അധികം പാത്രങ്ങളൊന്നും കഴുകാൻ ഉണ്ടാവില്ല. ഇനി ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് കുറച്ച് പുഡിങ്ങാണ്. അപ്പോൾ പിസ്തൻ്റെ പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാനിലോട്ട് ഞാൻ 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് പാല്, പിന്നെ ഞാൻ കുറച്ച് വെള്ളത്തിൽ കോൺഫ്ലവറും കുറച്ച് പാൽപ്പൊടി ഇട്ട് മിക്സ് ചെയ്യാണ്. എന്നിട്ട് കുറച്ച് പിസ്തയും കുറച്ച് ആവശ്യത്തിലുള്ള പഞ്ചസാരയും ചേർത്തിട്ട് എന്നിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പീൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കണില്ല, കാരണം അത്രയും ലെങ്തി ആയി പോകും നമ്മുടെ വീഡിയോ. ശേഷം ഇത് ഒരു ഗ്യാസിൻ്റെ മറ്റേ അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കുകയാണ്. നന്നായിട്ടൊന്ന് കുറുക്കി വരണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അത് അടിയിലൊന്നും പിടിക്കാതെ തന്നെ ശ്രദ്ധിക്കണം. ഇതേ സമയം നമ്മൾ ഓനിയനും ശ്രദ്ധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ അടുപ്പത്ത് നിൽക്കുന്ന ഓനിയനും മസാലയ്ക്കുള്ള ഓനിയനും ശ്രദ്ധിക്കുന്നുണ്ട്.
കാരണം ഈ ഒരു കിച്ചണിലെടുക്കുമ്പോൾ നന്നായിട്ട് ഒരു 4-5 കൈ ഒപ്പം വർക്ക് ചെയ്യണ മാതിരി ചെയ്യണം കേട്ടോ. എന്നാലേ നമുക്ക് പെട്ടെന്നൊക്കെ ജോലി ചേർത്ത് തീർക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു മസാലയ്ക്കുള്ള ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കുക. നേരത്തെ ചതച്ച് വെച്ചിട്ടില്ലായിരുന്നു, അതൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേസമയം നമ്മുടെ പുഡിങ്ങിനുള്ളത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മൾ ഓനിയൻ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ജോലികളിലാണ്, എല്ലാം ഒരേ ടൈമിലാണ് ഞാൻ ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊക്കെ ജോലി ചെയ്ത് തീർക്കാനൊക്കെ പറ്റും. അപ്പോൾ നമ്മുടെ പുഡിങ്ങിനുള്ളത് കണ്ടോ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ട്രേയിലേക്ക് മാറ്റണം. അപ്പോൾ ഞാൻ ചെറിയ ട്രേയിലാണ് ഇവിടെ പുഡിങ് തയ്യാറാക്കുന്നത്. കാരണം അധികമൊന്നും വലുപ്പത്തിലൊന്നല്ല, ചെറിയൊരു പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാലയ്ക്കുള്ള ഉള്ളി ഇവിടെ അടുപ്പത്തുണ്ട്. അതിലേക്ക് നമ്മൾ ബാക്കിയുള്ള മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പം അതിന് മുന്നായിട്ട് ഞാനിവിടെ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ചേർത്തെടുക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരുംജീരകപ്പൊടി, അതാ വലിയ ജീരകത്തിൻ്റെ പൊടി, അതൊക്കെയാണ് ചേർത്തെടുക്കുന്നത്. അതുപോലെ നുള്ള് കുരുമുളക് പൗഡർ കേട്ടോ. പിന്നെ ഞാൻ അധികം എരിവിന് ഉപയോഗിക്കുന്നത് പച്ചമുളകിൻ്റെ എരിവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മുളക് പൊടി കുറച്ച് ഇതിലേക്ക് എടുക്കാറുള്ളൂ, ഒരു ചെറിയൊരു നിറത്തിന് വേണ്ടി. എന്നിട്ട് ശേഷം ഇതൊക്കെ ഒന്ന് ഇതിലേക്ക് മിക്സാക്കി കൊടുക്കുക. ഇതൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതേ സമയം നമ്മൾ ഓനിയൻ ഇവിടെ ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണ്. ഇത് ഓനിയൻ ഫ്രൈ ആയി വന്നിട്ട് വേണം നമുക്കിത് നമ്മൾ ക്യാരറ്റൊക്കെ ഇതിൽ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അതേസമയം ഇനി ചായക്ക് അതുവരെ വെള്ളം വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഈ പുഡിങ് ഉണ്ടാക്കിയ ആ ഒരു പാത്രത്തിലാണ് ഞങ്ങൾ ചായ വെക്കാൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ വൈകുന്നേരം പാൽച്ചയാണ് എടുക്കാറ്. അപ്പോൾ ഞാൻ അതവിടെ വെച്ചിട്ടുള്ളൂ, അത് അടുപ്പത്ത് വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ ഉള്ളി കരിയോന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു. ഇനി നമുക്കിത് ഇതിൽ നിന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. ശേഷം അതിലേക്ക് തന്നെ നമുക്ക് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ക്യാരറ്റ് ഒരു ഏകദേശം വേവായി വന്നിട്ട് നമുക്ക് കാഷ്യും അതുപോലെ നമ്മൾ കിസ്മസൊക്കെ ചേർത്തിട്ടും അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഒരുമിച്ചാണ്, കാരണം പെട്ടെന്ന് തീർക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഒക്കെ സെപ്പറേറ്റ് ആക്കാതെ ഒരുമിച്ച് ആക്കണത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ അതോടെ നമ്മൾ ഫ്രൈ ഓണിയനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊക്കെ മൂടി വെക്കാം. ഇനി നമുക്ക് നമ്മൾ ചായ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഞാൻ നേരത്തെ വെള്ളം മാത്രമേ എടുത്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ പാലായതുകൊണ്ട് തന്നെ നമുക്കിത് ഒപ്പത്തിനൊപ്പം നിൽക്കേണ്ടി വരും. അതുകൊണ്ട് വിചാരിച്ചുകൊണ്ട് ഞാൻ ആ ഒനിയൻ ഫ്രൈ ആക്കി കഴിഞ്ഞതിന് ശേഷമാണ് ചായ ഉണ്ടാക്കാൻ വന്നത്. അപ്പോൾ ചായക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അതേപോലെ ഞാൻ പഞ്ചസാരയും പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ സമയം നമ്മുടെ മസാലക്കുള്ള ഉള്ളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു പിടി മല്ലിൻ്റെ ഇലയും പുതിനയിലയും ചേർത്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കണം. ഞാൻ അവിടെ വീട്ടിലുണ്ടാക്കുന്ന തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അധികമൊന്നും ചേർക്കണില്ല, നമ്മൾ കുറച്ചൊരു പുളിക്ക് വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ചിക്കനിന് അധികം തൈരൊന്നും ചേർക്കാറില്ല. നമുക്കൊരു ചെറിയൊരു ഒരു മുറി ലെമണിൻ്റെ ഒരു ജ്യൂസും എടുക്കാം, ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട്. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്, അത് മാറ്റി വെക്കട്ടെ ഇവിടുന്ന്. ഇനി നമുക്ക് ഈ അടുപ്പത്ത് നമുക്ക് റൈസ് തിളപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെള്ളം ഇതിലേക്ക് വെച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് കത്തിച്ച് കൊടുക്കുക. അത് പെട്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായി കത്തിച്ചെടുക്കാം. ഇനി ഇതേ സമയം നമുക്കിനി ബീഫാണ് ഇനി നെക്സ്റ്റ് വെക്കാനുള്ളത് അടുപ്പത്ത്. നമ്മുടെ റൈസ് വെന്തിട്ട് അപ്പോൾ ഇനി നമുക്ക് ബീഫിക്കുള്ള ഉള്ളികളൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇഞ്ചിക്കാലിൽ ഉപയോഗിച്ചിട്ടാണ് ചതച്ചെടുക്കുന്നത്. അപ്പോൾ മിക്സിയിൽ ഉള്ളെങ്കിൽ നമ്മളെ ഉള്ളികളൊന്നും ചതഞ്ഞ് കിട്ടൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇഞ്ചിക്കാല് എടുത്തിട്ടുള്ളത്. ശേഷം നമുക്കിനി മൺകുടുക്കിയിലാണ് ഞാൻ ബീഫ് വെക്കാറ്. അപ്പോൾ അത് കഴുകി എടുത്തിട്ടുണ്ട്. ശേഷം ഈ ഒരു മൺകുടുക്കിയിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുകയാണ്.
ബീഫ് ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളികളും അതുപോലെ ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു ഇഞ്ചിക്കല്ലം ഒന്ന് ചുഴറ്റി പാരുന്നുണ്ട് കേട്ടോ ഇതിലേക്ക്. ശേഷം നമുക്ക് ഇതിലേക്കുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക. കുറച്ച് മുളക്, മഞ്ഞൾ, പെരുംജീരകപ്പൊടി, പിന്നെ പച്ചമുളക്, ഉപ്പ്, പിന്നെ പെട്ടെന്ന് വേവാൻ വേണ്ടി കുറച്ചൊരു 1/4 ടീസ്പൂൺ ഉലുവ എന്നിവയൊക്കെയാണ് ഇതിലേക്ക് ചേർത്തെടുക്കുന്നത്. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. പക്ഷെ എനിക്ക് ഇപ്പോൾ എരിവൊക്കെ അല്ലേ, അപ്പോൾ ഇനി കുട്ടീനൊക്കെ എടുക്കുകയാണെങ്കിൽ കൈയൊക്കെ എരിവ് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു തവി ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചുകൊണ്ട് അവിടെ എടുത്ത് വെക്കാം കേട്ടോ. നമ്മളെ റൈസ് വെന്തതിന് ശേഷം മാത്രം അടുപ്പത്തേക്ക് വെക്കാം. ഇനി നമ്മൾ ഇഞ്ചിക്കല്ലൊക്കെ ഒന്ന് ഇവിടുന്ന് ഞാൻ കഴുകി വെക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് റൈസിക്ക് ഉള്ള വെള്ളത്തിലേക്ക് 2 ഏലക്കായി, അതുപോലെ ഗ്രാമ്പൂ, പട്ടയൊക്കെ ചേർത്തിട്ടുണ്ട്. അതുപോലെ റൈസിൻ്റെ വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മളെ അരി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ല 3/4 വേവായിട്ട് നമുക്കിതൊന്ന് റൈസ് ഊറ്റിയെടുക്കണം. അപ്പോൾ ഈ സമയത്ത് റൈസ് വേവാൻ ഇനിയൊരു ആവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇടയ്ക്കിനെ ഇളക്കി കൊടുക്കുകയൊക്കെ വേണം, അല്ലെങ്കിൽ കട്ട പിടിക്കും, അടിയിലും പിടിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കണം. ഒരു പിടി മുന്നോട്ട് നിൽക്കുന്ന രീതിയിലായിരിക്കണം ഉപ്പ് വേണ്ടത്. അപ്പോൾ നമ്മുടെ റൈസ് വേവാനായിട്ടുണ്ട്. അതേ സമയം ഞാൻ ഈ ഒരു സ്ട്രെയിനർക്കാണ് ഞാൻ ഇത് ഊറ്റിയിടുന്നത്. അപ്പോൾ റൈസ് വെന്ത ഉടനെ തന്നെ അതിക്ക് സ്ട്രെയിൻ ഇത് വെക്കാണ് ചെയ്യണത്. കാരണം ഞാൻ അടുപ്പത്തു നിന്ന് മാറ്റണില്ല കേട്ടോ. കാരണം എനിക്ക് ഈ സമയത്ത് നല്ല വെയിറ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ചൊക്കെ ഒരു റൈസ് ഊറ്റിൻ്റെ ശേഷം മാറ്റി വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ അടുപ്പത്തിലേക്ക് നമുക്കിനി നമ്മൾ ബീഫ് വെക്കുകയാണ്. അങ്ങനെ ഇതാണ് ലാസ്റ്റ് ഉള്ളത് നമുക്ക് വെക്കാനുള്ളത്. ഇനി ബീഫ് അങ്ങനെ അടുപ്പത്ത് കിടന്ന് വെന്തോളും. കാരണം അത് നല്ല വേവുള്ള ബീഫ് തന്നെയാണ്, അത്യാവശ്യം നല്ല മൂപ്പൊക്കെയുള്ള ബീഫ് തന്നെയാണ്. അപ്പോൾ അതങ്ങനെ ആക്കും പോലെ പതിയെ എങ്ങനെ വെന്തിട്ടിക്കോളും. അപ്പോൾ ഈ സമയത്ത് മഗ്‌രിബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സമയത്ത് ദമ്മിടുന്നില്ല. ഇനി മഗ്‌രിബ് നിസ്കരിച്ചിട്ട് വന്നിട്ട് ദമ്മിടുക, അല്ലെങ്കിൽ ഞാൻ മഗ്‌രിബ് അങ്ങനെ തെറ്റിപ്പോവും. അപ്പോൾ പിന്നെ അത് വിചാരിച്ചിട്ട് സ്ട്രെയിൻ ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ അരിയൊക്കെ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഇവിടേക്ക് മാറ്റി വെക്കാം. ആൾക്ക് ഇനി കഴുകണം. പിന്നെ ഈ ചോറ് ഞാൻ അടച്ച് വെക്കുന്നുണ്ട്. ഇനി മഗ്‌രിബ് നിസ്കരിച്ചാൻ പോവാണ്. അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാനിനി ദമ്മിടുന്നതൊക്കെ. അപ്പം ഇതേമാതിരി കിടക്കണം കേട്ടോ നമ്മൾ അടുക്കള. ഞാൻ നിസ്കരിച്ചിട്ട് വരാം. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഞാൻ കുക്കറിലാണ് ദമ്മിടാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുക്കറൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാലയൊക്കെ ഇതേ സമയത്താണ് ഞാൻ ചേർത്ത് കൊടുക്കാറ്. ഞാൻ ആദ്യം ചേർക്കാറില്ല, കാരണം അതിന് ഗ്യാസ് പോലെ അത്ര നല്ല ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ ബിരിയാണിക്ക്. അപ്പോൾ 1.5 ടീസ്പൂണ് ഗരം മസാല ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കൈ ഉപയോഗിച്ചിട്ടാണെങ്കിൽ അത്രയും നല്ലത്. പക്ഷെ ഞാനിനി എരിവോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ കയ്യിലെടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി മോളൊക്കെ എടുക്കുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ കയ്യിൽ ഉപയോഗിച്ചുകൊണ്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി അത് മിക്സ് ചെയ്ത ശേഷം ഇതൊന്നിങ്ങനെ ഇങ്ങനെ ഒരു അടക്കി ഇങ്ങനെ വെക്കുക കേട്ടോ. ശേഷം നമുക്കിനി ഇതിൽ മുകളിലൂടെ നമ്മൾ റൈസ് ഇടണം. അപ്പോൾ റൈസിക്ക് ഞാനുള്ള ഫ്രൈ ചെയ്ത ഓനിയൻക്കും കുറച്ച് മല്ലിച്ചപ്പും അതുപോലെ കുറച്ച് ബിരിയാണി മരുന്നും ചേർത്തിട്ടൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കുക. റൈസ് കുറച്ച് ചേർത്തതിന് ശേഷം നമുക്ക് നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഓനിയനും കൂടി ചേർത്ത് കൊടുക്കുക. ആദ്യം റൈസ് പിന്നെ ഓനിയൻ, അങ്ങനെ ആ ലെയറിലാണ് ഞാനിത് ദമ്മിടുന്നത്. അപ്പോൾ നമ്മളെ ഓനിയനും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയറായിട്ട് വീണ്ടും ചോറ് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ലാസ്റ്റായിട്ട് ഒന്നുകൂടി നമ്മൾ ഫ്രൈ ചെയ്ത ഓനിയൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ഓയിലും നെയ്യും മിക്സില്ലേ, അതിൽ നിന്ന് ഒരു 2 ടീസ്പൂണ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന്
ദം ചെയ്തെടുക്കുക. അതിന് വേണ്ടി ഞാൻ അതിൻ്റെ ലിഡ് എടുത്തിട്ട് അടച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെയിറ്ററൊന്ന് ഊരി വെക്കുക. വെയിറ്റർ ഇല്ലാതെയാണ് ഞാൻ ദം ഇടുന്നത്. ശേഷം നമുക്ക് ഗ്യാസിൽ തന്നെ വെച്ചിട്ട് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ ഒരു അടുപ്പ് ചൂടായി വരുന്നത് വരെ ഒന്ന് ഇത് കുക്ക് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 7 മുതൽ 10 മിനിറ്റ് വരെയെങ്കിലും ഇങ്ങനെ ചെയ്യണം. അതേ സമയം കൊണ്ട് നമുക്ക് അത് ദമ്മ് കിടക്കും. ശേഷം ഞാൻ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്, തേങ്ങാ ചമ്മന്തി. അതിനു വേണ്ടി ഞാൻ തേങ്ങ ഉടച്ചെടുക്കുകയാണ്. തേങ്ങ ഉടക്കണതിൽ ഞാൻ ഭയങ്കര എക്സ്പേർട്ടാണ് കേട്ടോ. അത് കണ്ടില്ലേ, ഒട്ടും എനിക്ക് കഴിയില്ല, ഒട്ടും കഴിയാത്തൊരു കാര്യമാണിത്. അപ്പോൾ ഏതായാലും ലാസ്റ്റിൽ ഞാൻ ഉടച്ചെടുത്തു. ശേഷം ഇനി ഞാൻ നമ്മൾ സാധാരണ ബിരിയാണിക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ചമ്മന്തി തന്നെയാണ് തയ്യാറാക്കുന്നത്. മല്ലിച്ചപ്പും തേങ്ങയും മുളകും ഇഞ്ചിയൊക്കെ ചേർത്തിട്ടുള്ളൊരു ചമ്മന്തി തന്നെയാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇതേ സമയം തന്നെ നമ്മളെ ബീഫ് അടുപ്പത്തുണ്ട്, അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ ജോലികളും ഒരുമിച്ച് ഞാൻ ചെയ്യണത്. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ ഒരുവിധമൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു ആ സമയം. അപ്പോൾ തീയൊക്കെ ഒന്ന് പിരിച്ചിട്ട് കൊടുത്തതാണ്. ഇനി നമുക്ക് നമ്മളെ ചമ്മന്തി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് തന്നെയാണ് അത് ആക്കി വെക്കുന്നത്. എന്നാൽ പിന്നെ വേറെ പാത്രം പരത്തണ്ടല്ലോ. ഇനി ശേഷം നമുക്ക് ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഒരു 8 ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതൊക്കെ ഒന്ന് മോറി വെക്കണം. ഇനി പരന്ന് കിടക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. പാത്രങ്ങൾ അധികമൊന്നുമില്ല. ഇതിന് മുൻപ് കുറച്ച് ഉമ്മ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഉള്ളത് വേഗം മോറി വെക്കുകയാണ്. ശേഷം ഇനി ഇവിടേക്ക് ഒന്ന് തുടച്ചിടണം. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി മോൾക്ക് ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ അവൾക്ക് ഇതിലേറെ നേരത്തെ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് വൈകി, കാരണം ജോലികളൊക്കെ ഒന്ന് എന്നത്തിലേറെ കൂടുതലായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഞാൻ കൊടുക്കണത്. അപ്പോൾ ഇത് സദാ ചോറ് ഞാൻ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുള്ള ചോറാണ്. അപ്പോൾ ഞാൻ അവളെ സ്ഥിരം പ്ലേസാണ് ഇട്ടത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഈ ഫുഡ് കൊടുക്കൽ കഴിഞ്ഞു. ലാസ്റ്റ് ഇനി കുറച്ച് വെള്ളം കൊടുക്കുകയാണ്. അങ്ങനെ അവളതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവർ അനിയത്തിയൊക്കെ വരാനായിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള ഒരു അങ്ങനെ അത് അടച്ച് വെച്ചിട്ട് ഞാൻ ഇനി മോളൊന്ന് മാറ്റിയെടുക്കണം. അവൾക്ക് ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ കുറച്ച് പൗഡറൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവൾ അതിനൊന്നും സമ്മതിക്കൂല കേട്ടോ. ഭയങ്കര കളിയാണ്. അവൾ താത്താൻ്റെ പേനയൊക്കെ എടുത്തിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് അവർ വന്നു. ഞാൻ അവൾക്കുള്ള വെള്ളമൊക്കെ കൊടുത്തു. പക്ഷേ അതൊന്നും വീഡിയോ എടുക്കാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ചോറ് ദമ്മ് പൊട്ടിക്കുകയാണ്. ഇതാണ് അനിയത്തിൻ്റെ മോളും എൻ്റെ മോളുമാണിത്. അപ്പോൾ അവർ തമ്മിൽ അധികം ഡിഫറൻസ് ഒന്നുമില്ല, 10 ദിവസത്തെ മാറ്റമുള്ളൂ. അപ്പോൾ അവർ ഭയങ്കര ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഭയങ്കര കളിയിലാണ്. അപ്പോൾ അവരിങ്ങനെ മേലക്ക് ഇരുന്നൊക്കെ ആണ് കളിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇപ്പം ഇനി അവർക്കുള്ള ഫുഡൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു ചെറിയൊരു ഫുഡ് മേക്കിംഗ് ആണ്. കാരണം മോളെയും കൊണ്ടൊന്നും അധികം കഴിയൂല. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ ഉണ്ടാക്കിയ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ബീഫ് ഫ്രൈ അതേപോലെ ചമ്മന്തി, അപ്പോൾ പിന്നെ സ്പെഷ്യലായിട്ടുള്ളൊരു പുഡിങ്ങും ഉണ്ട്. അപ്പോൾ അത്ര മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. അങ്ങനെ അവരത് കഴിച്ചു. അതോടെ ഈ വ്ളോഗും കഴിഞ്ഞു. പിന്നെ ഞാൻ അനിയത്തിൻ്റെ എൻ്റെ മോളെയൊക്കെ നോക്കണമായിരുന്നു. അപ്പോൾ അവൾക്കൊന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ അവളെ കുട്ടീനെയൊക്കെ നോക്കണ്ടേ. അപ്പോൾ അതേ സമയം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അവർ പോയി കഴിഞ്ഞ് പിന്നെ മോളെ ഉറക്കി ക്ലീനിങ് കഴിഞ്ഞു. ഞാൻ തന്നെ ഒരുപാട് ടയേർഡായി. പിന്നെ ഞാൻ കിടന്നുറങ്ങിയിട്ടു. അപ്പോൾ ഇതോടെ നമ്മളെ വ്ളോഗും കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടല്ലേ ഇനി പരന്ന് കിടക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. ചെയ്യാനും മറക്കരുത്. താങ്ക്